ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാൻസ് ക്രിയേഷൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാൻസി. ഇന്ന് എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് ആകെപ്പാടെ ഒരു ഡള്ളായിട്ട് തോന്നുന്നുണ്ടാവും അല്ലേ? കോവിഡായിരുന്നു. കോവിഡൊക്കെ കഴിഞ്ഞ് സൗണ്ടൊക്കെ റെഡിയായി വരുന്നേ ഉള്ളൂ. അപ്പം ക്ഷമിക്കുക. പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാ ഇൻട്രോയിലും ഞാൻ കുറച്ച് നാളായിട്ട് ഇൻട്രോകളിൽ അങ്ങനെ വരാറുമില്ല. അപ്പോൾ ഇൻട്രോയിൽ വരുന്ന സമയത്ത് ഞാൻ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ടാണ് വരിക. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണോ അതുപോലെ നിങ്ങൾക്ക് കാണട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് നിങ്ങളറിയണമല്ലോ. ഇതാണ് എൻ്റെ യഥാർത്ഥ കോലം. അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് സിഗരറ്റ് പാൻറ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ 2 പാർട്ടായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സിഗരറ്റ് മോഡൽ തന്നെ പാൻറ്, ഇത്തിരി ലൂസ് ടൈപ്പ്. സാധാരണ യങ്സ്റ്റേഴ്സ് ഒക്കെ ഇച്ചിരി ടൈറ്റ് ആയിട്ട് അടിയിലേക്ക് വരുമ്പോൾ ടൈറ്റ് ആയിട്ട് ചെയ്യുന്നത്. ഇത്തിരി പ്രായമുള്ളവരാകുമ്പോഴത്തേക്ക് ഇത്തിരി ലൂസാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ലൂസ് ടൈപ്പ് സിഗരറ്റ് പാൻറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അത് മാത്രമല്ല, സാധാരണ സിഗരറ്റ് പാൻറ്റിൽ നമ്മൾ എലാസ്റ്റിക്കും പടിയൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മളെ നോർമൽ പാൻറ്റിന് വള്ളി കിട്ടുന്നില്ലേ, അതേ ഒരു മോഡലിൽ വള്ളി കിട്ടുന്ന മോഡലിലാണ് അപ്പം ഈ ഒരു പാൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലൊക്കെ ഇത്തിരി ടൈറ്റായിട്ട് ഇട്ടുകൊണ്ട് നടക്കണതിലും കംഫർട്ടബിൾ ലൂസായിട്ടുള്ള പാൻറ്റുകളായിരിക്കും. അപ്പം വീട്ടിലിടാനും ഒക്കെ നമുക്ക് തയ്ക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാൻറ്റാണ്. പിന്നെ നമ്മുടെ സാധാരണ ചുരിദാർ നോർമൽ പാൻറ്റിൻ്റെ പോലെ ഒരുപാട് ഫ്ലീറ്റ്സുകളും അങ്ങനെയൊന്നുമില്ല. ആ ഫ്ലീറ്റ്സേ ഇല്ലല്ലോ സിഗരറ്റ് പാൻറ്റിന്. അപ്പം ആ ഒരു കംഫർട്ടബിൾ വളരെ കൂടുതലാണ് ഇതിന്. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. പിന്നെ ഒരു കാര്യം, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് എൻ്റെ വ്യൂവേഴ്സ് ഉണ്ട്. എൻ്റെ അനലിറ്റിക്സ് എടുക്കുമ്പോഴത്തേക്കും കൂടുതലും പേര് കാണുന്നവർ മുഴുവൻ പേരും 3/4 പേരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നത്. കുറച്ച് പേര് മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അപ്പം എനിക്ക് അതൊരു സങ്കടമുണ്ട്. അപ്പം ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനല്ലേ പറ്റുള്ളൂ. കഴിയുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. സിഗരറ്റ് പാൻറ് ഞാൻ ഓൾറെഡി സിഗരറ്റ് പാൻറ് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഇത് സിഗരറ്റ് പാൻറ് ലൂസായിട്ടുള്ള മോഡലിലുള്ള ഒരു സിഗരറ്റ് പാൻറ്റാണ്. ഇതിന് മുന്നേ കാണിച്ച ഞാൻ വീഡിയോയിൽ നമ്മൾ നോർമലായിട്ട് ഇത്തിരി കാലിനോട് ചേർന്ന് കിടക്കുന്ന മോഡലിലുള്ള സിഗരറ്റ് പാൻറ്റാണ് ഞാൻ കാണിച്ചത്. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ലൂസായിട്ടുള്ള മോഡലിൽ, നമ്മുടെ ജെൻസിൻ്റെയൊക്കെ ഒരു പാൻറ്റിൻ്റെ മോഡലിൽ നമ്മൾ സിഗരറ്റ് പാൻറ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് കാണിക്കുന്നത്. അത് മാത്രമല്ല, ഇതിന് നമ്മൾ വള്ളിയാണ് ഇടുന്നത്. ഇതിപ്പോൾ ഞാനൊരു കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്ക് പ്രിഫർ ചെയ്യുന്നത് ഇലാസ്റ്റിക്കിനേക്കാൾ കെട്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മോഡലിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടിയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതായപ്പോൾ നമ്മൾ തുണി നീളത്തിൽ 2 ഫോൾഡിങ്ങോട് കൂടി മടക്കിയിട്ടിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഇനി നമ്മൾ സാധാരണ ഇതിന് മുന്നേ ഉള്ള ഞാൻ സിഗരറ്റ് പാൻറ്റിൽ ഞാൻ കാണിച്ചിരുന്നു. ആദ്യമേ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഫോൾഡിങ്ങിൻ്റെ അവിടെ നിന്ന് ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആ ഒരു 8 ഇഞ്ചിൽ നിന്നാണ് പിന്നെ നമ്മൾ മാർക്കിങ്ങുകളൊക്കെ ചെയ്യുന്നത്. അപ്പം ആദ്യമേ തന്നെ ആ സെൻറ്ററിലുള്ള 8 ഇഞ്ച് മാർക്ക് ചെയ്ത് വയ്ക്കുക. സെൻറ്ററിൽ കൂടി നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ താഴെ നമുക്ക് പാൻറ്റിൻ്റെ അടിവശം മടക്കി അടിക്കാനായിട്ട് 2 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. അപ്പം അതിനായിട്ട് നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് മാറ്റാം. ഇവിടെ നമുക്ക് കാലിൻ്റെ ഇവിടെ വണ്ണം നമ്മൾ ലൂസായിട്ടാണ് എടുക്കുന്നത്. മറ്റേ നോർമൽ സിഗരറ്റ് പാൻറ്റിന് നമ്മൾ കാലിൻ്റെ വണ്ണത്തിൻ്റെ അനുസരിച്ചിട്ട് താഴത്തേക്ക് വരുമ്പോൾ നാരോ ആയിട്ട് വരും. ഇത് അങ്ങനെയല്ല, ഇത് നമ്മൾ ലൂസായിട്ടാണ് എടുക്കുന്നത്. അപ്പം ഒരു പലാസോയുടെ ഫീലിംഗ് പോലെ വരും. എന്നാൽ പലാസോയുടെ അത്രയും നമ്മൾ ലൂസായിട്ടല്ല എടുക്കുന്നത്. ഇവിടെ നമ്മളൊരു 5 ഇഞ്ച് ലൂസ് ഇട്ട് കൊടുക്കുകയാണ്. 5 ഇഞ്ചാണ്
രണ്ട് സൈഡിൽ. അതായത് ഈ നമ്മൾ സെന്ററിൽ വരച്ച വരയിൽ നിന്ന് 5 ഇഞ്ച് അപ്പുറത്തേക്കും 5 ഇഞ്ച് ഇപ്പുറത്തേക്കും 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ഈ 2 ഇഞ്ച് കഴിഞ്ഞിട്ട് മുകളിലേക്ക് നമ്മൾ 15 ഇഞ്ച്, നമ്മുടെ മുട്ടിന്റെ അവിടുത്തെ ആ ഒരു ലെങ്ത് ആണ് നമ്മൾ ഈ 15 എന്നുള്ളത്. അത് ഹൈറ്റ് കൂടുതലുള്ളവർക്കും കുറവുള്ളവർക്കും തമ്മിൽ വ്യത്യാസം വരും. ഹൈറ്റ് കൂടുതലുള്ളവർക്ക് ഒരു 16 വരും. നോർമലി ഒരു 15 ആണ് ആ ഒരു റേറ്റ് ലെങ്തിൽ വരുന്നത്, മുട്ടിന്റെ ആ ഒരു ലെങ്തിലേക്ക് വരുന്നത്. അപ്പൊ അത് നമ്മൾ 15 ഇവിടെ മാർക്ക് ചെയ്തു. അവിടെ നമ്മൾ 5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇത് നമ്മൾ സ്ട്രെയിറ്റ് കട്ടായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു ഷേപ്പിലേക്ക് പോകുന്നില്ല. അതുകൊണ്ടാണ് ഒരേ മെഷർമെന്റ് മുട്ടിന്റെ അവിടെയും നമ്മളിവിടെ ഒരേപോലെ എടുത്തത്. ഓക്കെ, ഇനി നമ്മള് പാൻറ്റിന്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് 38 ആണ്. അപ്പൊ 38 ആയതുകൊണ്ട് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യാം. പ്ലസ് ഒരു 2 ഇഞ്ച് നമുക്ക് പടിക്കായിട്ട് വേണം. അത് പക്ഷെ പടി നമ്മൾ വേറെ പീസിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും ക്രോച്ചിന്റെ വശം ഒരു ഇത്തിരി കർവ് പോലെ നമ്മൾ വരയ്ക്കുന്നുണ്ട് ബാക്ക് പീസിന്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പടിയുടെ വശം വള്ളിയിട്ട് കൊടുക്കുന്ന പടി നമ്മൾ സെപ്പറേറ്റ് പീസായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പോൾ നമ്മളിവിടെ ഈ 2 ഇഞ്ച് കഴിഞ്ഞിട്ട് ഈ 2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിലിട്ടു. അത് കഴിഞ്ഞിട്ട് 38 ഇഞ്ചാണ് ഫുൾ ലെങ്ത് വേണ്ടത്. അപ്പൊ നമ്മൾ 38ലേക്ക് എടുത്തു. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്തു. അടുത്തത് നമ്മൾ ഇവിടുന്ന് നമ്മുടെ ക്രോച്ചിന്റെ ലെങ്ത് ആണ് എടുക്കുന്നത്. ഇത് നമ്മുടെ പാൻറ്റിന്റെ ലെങ്ത് ആണ് ഈ മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ പാൻറ്റിന്റെ ലെങ്തിന്റെ അവിടുന്ന് നമ്മള് ക്രോച്ചിന്റെ ലെങ്ത് എടുക്കുന്നത് 12 ഇഞ്ചാണ്. ഓക്കെ, 12 ഇഞ്ച് എടുത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് മീഡിയം, ലാർജ്, എക്സൽ ആ ഒരു സൈസിലാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം എക്സൽ സൈസിലുള്ളവർക്ക് 12 ഒക്കെ എടുക്കാം, ലാർജ് സൈസിലുള്ളവർക്ക് 11 എടുക്കാം, മീഡിയം സൈസിലുള്ളവർക്ക് 10. ആ ഒരു റേഞ്ചിലാണ് നമ്മൾ ക്രോച്ചിന്റെ ലെങ്ത് സിഗരറ്റ് പാൻറ്റിന് എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് കാൽക്കുലേഷൻ രീതിയിലാണ് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സിഗരറ്റ് പാൻറ്റിന്റെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയാൽ മതി. ഞാനിപ്പോൾ കോമൺ ആയിട്ട് എടുക്കുന്ന ഒരു മെത്തേഡ് എങ്ങനെയാണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പൊ മീഡിയം സൈസുകാർക്ക് ക്രോച്ച് ലെങ്ത് 10, 10, ലാർജ് സൈസിലുള്ളവർക്ക് 11, 11, എക്സൽ സൈസുകാർക്ക് 12, 12 ആണ് നമ്മുടെ ക്രോച്ചിന്റെ ലെങ്ത് എടുക്കുന്നത്. ഓക്കെ, ഇനി അവിടുന്ന് നമ്മൾ ഇവിടുത്തെ സീറ്റിന്റെ വണ്ണമാണ് എടുക്കുന്നത്. സീറ്റിന്റെ വണ്ണമാണ് നിങ്ങൾ ഈ ക്രോച്ചിന്റെ അവിടുത്തെ ആ ഒരു വിട്ടായിട്ട് എടുക്കേണ്ടത്. വേസ്റ്റിന്റെ ആ ഒരു പോർഷനിലും നമ്മൾ ആ ഒരു സീറ്റിന്റെ അതേ മെഷർമെന്റ് തന്നെ ഇവിടെ എടുക്കുക. കാരണം അല്ലാണ്ട് നമ്മൾ വേസ്റ്റിന്റെ അവിടെ കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പാൻറ് നമുക്ക് കയറ്റാൻ പാടായിട്ട് വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സീറ്റിന്റെ അളവ് എങ്ങനെയാണോ എടുക്കുന്നത് അതേ അളവ് തന്നെയാണ് വേസ്റ്റിന്റെ അവിടെ എടുക്കുന്നത്. നമ്മൾ നോർമൽ സിഗരറ്റ് പാൻറ്റിന് നമ്മളിവിടെ ടക്കൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ ആ ഒരു വേസ്റ്റിന്റെ വണ്ണത്തിലേക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇതിപ്പോ നമ്മൾ ഇലാസ്റ്റിക് മോഡൽ അല്ല, വള്ളിയിട്ട മോഡലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ടക്കൊന്നും കൊടുക്കുന്നില്ല. ഡയറക്റ്റ് സീറ്റിന്റെ അവിടുത്തെ വണ്ണം തന്നെ വേസ്റ്റിന്റെ അവിടെ എടുക്കുകയാണ്, എന്നിട്ട് വള്ളി ഇടുന്ന മോഡലിൽ ചെയ്യാണ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടുത്തെ സീറ്റിന്റെ വണ്ണം എന്ന് പറയുന്നത് 46 ആണ്. അപ്പൊ 46നെ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 11.5 കിട്ടുന്നത്, 11.5. അതിനെ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ടാണ് 12.5. 12.5 നമ്മൾ 4 പീസാണല്ലോ നമുക്ക് വരുന്നത്. ഫ്രണ്ടിൽ 2 പീസ്, ബാക്കിൽ 2 പീസ്. അപ്പൊ 4 എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ 6 എടുക്കും, ഇപ്പുറത്തെ സൈഡിൽ 7 എടുക്കും. അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോച്ച് നമ്മൾ വരയ്ക്കുന്ന ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ 1 ഇഞ്ച് കുറച്ചിട്ടാണ് വിട്ടെടുക്കുക. അതായത് ഇവിടെ നമ്മൾ 6 ഇഞ്ച് എടുത്തു, ഇപ്പുറത്തേക്ക് നമ്മൾ 7 ഇഞ്ച് എടുത്തു. ടോട്ടൽ വരുന്നത് 13 ഇഞ്ച്. മനസ്സിലായോ? കാരണം ഈ ഒരു ടോട്ടൽ വിട്ത് വരുന്നത് 13 ഇഞ്ച്. നമുക്ക് 11.5 വേണ്ടത്.
ഞാൻ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടി. അപ്പൊ 12.5 എന്ന് വന്നു. 12.5 എന്നുള്ളത് 1/2 ഇഞ്ച് കൂടി കൂട്ടി നമ്മൾ ആ ഒരു തയ്യൽ തുമ്പിലേക്ക് കൂട്ടി 13 ഇഞ്ച് ടോട്ടൽ ഉണ്ട്. പക്ഷെ നമ്മൾ ടോട്ടൽ 13 ഇഞ്ചിനെ ഹാഫായിട്ട് അപ്പുറത്തേക്ക് 6.5 ഇപ്പുറത്തേക്ക് 6.5 എന്നുള്ള രീതിയിലല്ല എടുക്കുന്നത്. ഇവിടെ ക്രോച്ച് വരയ്ക്കുന്ന ആ ഒരു പൊസിഷനിൽ നമ്മൾ 1 ഇഞ്ച് കുറയ്ക്കും, ഇപ്പുറത്തേക്ക് 1 ഇഞ്ച് കൂട്ടിയെടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 6ഉം ഇവിടെ 7ഉം ആണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ഫോൾഡിങ്ങിന്റെ അവിടുന്ന് 8 ഇഞ്ച് എടുത്തിട്ട് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിരുന്നല്ലോ, ആ വരയിൽ നിന്നാണ് കേട്ടോ ഞാൻ ഈ മാർക്കിങ് വരുന്ന കാര്യം പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 6 ഇഞ്ചും എടുത്തു, ഇപ്പുറത്തേക്ക് നമ്മൾ 7 ഇഞ്ചും എടുത്തു. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വേസ്റ്റിന്റെ പോർഷനിലും മുകളിൽ 6 ഇഞ്ചും 7 ഇഞ്ചും മാർക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ക്രോച്ചിന്റെ ലെങ്ത് എടുത്തത് 12 ആണ്. ഇവിടെ നിന്ന് നമ്മൾ 2 ഇഞ്ച് ക്രോച്ച് കർവ് വരയ്ക്കാനായിട്ട് നീക്കി കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇതിവിടെ ക്രോച്ച് കർവ് വരച്ചു കൊടുക്കുക. ഈ ക്രോച്ച് കർവ് ഞാൻ എല്ലാ പാൻറ്റിനും പറയേണ്ടതാണ്. ക്രോച്ച് കർവ് മസ്റ്റ് ആണ്, അതല്ലെങ്കിൽ പാൻറ് കീറി പോവും. ഇവിടെ നമ്മൾ സിഗരറ്റ് പാൻറ്റിന് ഇപ്പുറത്തെ സൈഡിൽ നമ്മളിങ്ങനെ ഈ ഒരു ഷേപ്പ് ഒക്കെ വെച്ച് ഷേപ്പ് ചെയ്താണ് നമ്മൾ സിഗരറ്റ് പാൻറ്റിന് നമ്മൾ നോർമൽ സിഗരറ്റ് പാൻറ്റിന് ചെയ്യുന്നത്. ഇവിടെ നമ്മളിപ്പോൾ അങ്ങനെയൊന്നും ഷേപ്പ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളൊരു സ്ട്രെയിറ്റ് കട്ട് പാൻറ് പോലെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിത് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് വരയ്ക്കുക. നമ്മൾ മുട്ടിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് ആ ഒരു വരയിലേക്ക് ഇതിനെ ജോയിൻ ചെയ്യുക. ക്രോച്ചിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക, താഴത്തേക്കും ജോയിൻ ചെയ്യുക. അതുപോലെ ഇപ്പുറത്തെ സൈഡും കാലിൻ്റെ അങ്ങോട്ട് ജോയിൻ ചെയ്യും. ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസാണ് മാർക്ക് ചെയ്തത്. ബാക്ക് പീസിന് നമുക്ക് ഈ ഒരു ക്രോച്ചിൻ്റെ ആ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടുന്ന് നമ്മൾ മുകളിലേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക, കയറ്റി മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ക്രോച്ചിൻ്റെ ഇവിടുത്തെ സ്റ്റാർട്ടിങ്ങും ഈ ഒരു ക്രോച്ചിൻ്റെ ഇവിടുന്നും ചേർത്ത് ഒരുമിച്ച് സ്കെയിൽ വെച്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ? എന്നിട്ട് നമ്മൾ ഈ ക്രോച്ചിൻ്റെ അവിടുന്ന് 1 ഇഞ്ച് എക്സ്ട്രാ തള്ളിയിടുക. അതാണ് ബാക്ക് പീസിന്റെ ക്രോച്ചായിട്ട് വരുന്നത്. എന്നിട്ട് നമ്മൾ ഈ സ്ട്രെയിറ്റ് വരച്ച വരയിൽ നിന്ന് ക്രോച്ച് അങ്ങോട്ടേക്ക് കൂടി മാർക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ സിഗരറ്റ് പാൻറ്റിൻ്റെ വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എന്നിട്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി കൂടി എളുപ്പമായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ബാക്ക് പീസിന്റെ ക്രോച്ചും വരച്ചു. ഇനി നമ്മൾ ഈ ഒരു 2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി വരച്ചതിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് കറക്റ്റ് ആ ഫ്രണ്ട് പീസിന്റെ അളവിലേക്ക് കൊണ്ടുവരികയാണ്. അല്ലെങ്കിൽ ജോയിൻ ചെയ്യുമ്പോൾ കയറ്റി ഇറക്കം വരും. ഇവിടെ നമുക്ക് പ്രശ്നമില്ല, പക്ഷെ ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുവരണം. ഇവിടെ നമ്മൾ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ബാക്ക് പീസിനെ തള്ളിയിട്ടിട്ടാണ് മാർക്ക് ചെയ്ത് പോകുന്നത് കേട്ടോ. അത് നമ്മൾ ഈ എല്ലാ വശത്തേക്കും വേണം. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ക്രോച്ച് ബാക്ക് പീസ് തള്ളി വരച്ചിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ ഈ ഒരു താഴത്തേക്ക് വരയ്ക്കുമ്പോൾ ഈ ഫ്രണ്ട് പീസ് വരച്ചതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ലൂസ് കൂട്ടി വേണം മാർക്ക് ചെയ്ത് പോവാൻ. കണ്ടോ? അങ്ങനെ മാർക്ക് ചെയ്യുക. കട്ട് ചെയ്ത് നമ്മളിപ്പോൾ ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ബാക്ക് പീസിന്റെ അളവിൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, നമ്മൾ കട്ട് ചെയ്യാണ്. ഇതിപ്പോൾ നമ്മൾ അടിയിൽ നിന്ന് ബാക്ക് പീസ് 2 എണ്ണം എടുത്ത് മാറ്റാണ്. ഇത് ബാക്ക് പീസ് മാറ്റി, എന്നിട്ട് നമ്മൾ ഫ്രണ്ട് പീസ് വരച്ചേക്കുന്ന ഈ ഒരു പീസ് ഇട്ടിട്ട് ഈ ക്രോച്ചിന്റെ ഭാഗവും ഈ കയറ്റി വരച്ച ഭാഗവും ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം.
ഇപ്പം നമ്മൾ ബാക്ക് പീസും അല്ല ഫ്രണ്ട് പീസും കട്ട് ചെയ്തെടുത്തു. ഓക്കെ, മാർക്ക് ചെയ്ത് വയ്ക്കുക ഫ്രണ്ട് പീസ്, ബാക്ക് പീസ്. അടുത്തത് നമ്മൾ മുകളിലത്തെ ആ ഒരു വള്ളി ഇടാനുള്ള പടിക്ക് വേണ്ടിയിട്ടുള്ള പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ 2 ഇഞ്ച് വീതിയിൽ വലുപ്പത്തിലുള്ള പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പം ഞാൻ 14.5 ഇഞ്ച് ലെങ്ത്തിലുള്ള 4 മടക്കിയിട്ടിരിക്കുകയാണ്. 4 പീസ് വരത്തക്ക രീതിയിൽ, അതായത് 2 ഫോൾഡിങ്. ഓക്കെ, നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ടിങ് പാർട്ട് നമ്മുടെ ഇപ്പൊ കഴിഞ്ഞു. ഫ്രണ്ട് പീസ്, ബാക്ക് പീസ്, പടി, ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. നമ്മൾ സ്റ്റിച്ചിങ് പാർട്ട് തുടങ്ങുകയാണ്. സ്റ്റിച്ചിങ്ങിൽ ആദ്യമേ തന്നെ ഇത് ഫ്രണ്ട് പാർട്ടാണ്. ഫ്രണ്ട് പാർട്ടിന്റെ റൈറ്റും ലെഫ്റ്റും ആയിട്ടുള്ള പോർഷനാണ് ഇത്. നമ്മൾ ആദ്യമേ തന്നെ ഇതിന്റെ ക്രോച്ചിന്റെ ഭാഗമാണ് ജോയിൻ ചെയ്യുക. നല്ല വശം ഉള്ളിൽ വരുന്ന പോലെ വെച്ചിട്ട് ഇത് നമ്മൾ ഈ ക്രോച്ചിന്റെ ഈ ഒരു ഏരിയ മാത്രം സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ബാക്ക് പീസിന്റെ ഈ ക്രോച്ചിന്റെ ഏരിയ ആദ്യമേ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതായത് നമ്മൾ ക്രോച്ച് പാർട്ട് ജോയിൻ ചെയ്തെടുത്തു. ഇത് ബാക്ക് പീസാണ്. ബാക്ക് പീസിന്റെ ക്രോച്ചിന്റെ ഭാഗം ജോയിൻ ചെയ്തെടുത്തു. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് പീസിന്റെ ക്രോച്ചിന്റെ ഈ ഭാഗം ജോയിൻ ചെയ്തെടുത്തു. ഓക്കെ, അല്ല നമ്മൾ ഇതിനെ വിടർത്തിയെടുക്കുകയാണ്. ഇനി നമ്മൾ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒരുമിച്ചെടുത്ത് വയ്ക്കുക. എന്നിട്ട് ഈ 2 സൈഡുകളും ജോയിൻ ചെയ്യാണ്. ഈ ഒരു സൈഡ് ഫുള്ള് കാലിൻ്റെ അടിവശം വരെ ജോയിൻ ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ഫ്രണ്ടും ബാക്കും തമ്മിൽ ജോയിൻ ചെയ്യണം. അതായത് നമ്മൾ 2 സൈഡും ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും തമ്മിൽ ജോയിൻ ചെയ്തു, ഇപ്പുറത്തെ സൈഡും. ഇനി നമ്മൾ ക്രോച്ചിൻ്റെ അടിവശത്ത് ഈ ഒരു കാലിൻ്റെ ഭാഗം ജോയിൻ ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെ ഒറ്റ പീസ് ആവുകയാണ് ചെയ്തത്. ഇനി നമ്മളിത് അടിവശം 2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് മടക്കി അടിക്കാനായിട്ട് ഇട്ടിരുന്നു. അപ്പം ആ ഒരു പോർഷൻ നമ്മളിവിടെ ഇപ്പം മടക്കി അടിക്കുകയാണ്. ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും കൂടി ജോയിൻറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷനിൽ കൂടി മടക്കി അടിക്കുക. ഓക്കെ, 2 കാലിൻ്റെ അതുപോലെ തന്നെ മടക്കി അടിക്കുക. കാലിൻ്റെ 2 സൈഡും നമ്മളിപ്പോൾ മടക്കി അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഉള്ളിലത്തെ വശം ക്രോച്ചിൻ്റെ ആ ഒരു ഏരിയയിലേക്കുള്ള വശം ഫ്രണ്ടും ബാക്കും തമ്മിൽ ഇങ്ങനെ വെച്ച് ജോയിൻ ചെയ്യുകയാണ് 2 സൈഡും. ഓക്കെ, ഇപ്പം നമ്മൾ പാൻറ്റിൻ്റെ കാലിൻ്റെ 2 ഭാഗവും ജോയിൻ ചെയ്തെടുത്തു. പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ഏകദേശം കഴിയാറായി. ഇനി നമ്മൾ മുൾവശത്തെ ഈ ഒരു വള്ളി ഇടാനുള്ള പടിയും കൂടിയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ഇവിടെ വെച്ച് ഇങ്ങനെ അടിച്ച് ഉള്ളിൽ നിന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് പുറത്തേക്ക് ഇട്ടിട്ട് ഇപ്പുറം വശം കൊണ്ടൊന്ന് മടക്കി അടിക്കുക. ഓക്കെ, അങ്ങനെ എന്നിട്ട് വള്ളിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സെൻറ്റർ ഭാഗം ജോയിൻ ചെയ്തിട്ടുള്ള ആ ഒരു വശത്താണ് വള്ളിയുടെ അറ്റം വരേണ്ടത്. അപ്പം ആ ഒരു വശം ഇത്തിരി ഭാഗം നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് വേണം ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാൻ. ഓക്കെ, അതായത് നമ്മൾ പടി വെച്ച് കൊടുത്തു, അതിനകത്തൂടി വള്ളിയിട്ട് കൊടുത്തു. പാൻറ്റിൻ്റെ പണി കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ടുള്ളൊരു പാൻറ്റാണ് കേട്ടോ. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലൊക്കെ ഇടാനായിട്ട് ഫ്രീ ആയിട്ട് ഇട്ട് നടക്കാൻ പറ്റുന്ന ഒരു മോഡൽ പാൻറ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് ഇടുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്